ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രിക്ക് ഇനി എതിരാളിയാകാൻ പോകുന്നത് അണ്ണാമലയായിരിക്കുമോ ശരിക്കും? അണ്ണാമലൈ എന്നൊരു സിനിമ കേട്ടിട്ടുണ്ടോ തമിഴിൽ? രജനീകാന്ത് നായകനായ. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗുണ്ട്, അതൊരു പഞ്ച് ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: இந்த നാൾ ഉൻ കലണ്ടറിലെ കുറിച്ചു വെച്ചുക്കോ, ഇന്നും 10 വർഷത്തിലെ ഉന്നെ ഇവിടെ വലിയ പണക്കാരനാകി ഉന്നെ നടുത്തെരുവിലെ നിർത്തേൻ, എൻ പേര് അണ്ണാമലൈ എന്നാണ് ആ ഡയലോഗ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ദിവസം നിന്റെ കലണ്ടറിൽ നീ കുറിച്ചു വെച്ചു, ഇനിയൊരു 10 വർഷത്തിനുള്ളിൽ നിന്നേക്കാൾ വലിയ പണക്കാരനായി നിന്നെ നടു റോഡിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് അണ്ണാമലൈ എന്ന് വിളിച്ചോ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന അണ്ണാമലൈ അടുത്ത 10 വർഷത്തിനുള്ളിൽ, അടുത്ത 10 വർഷം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജോസഫ് വിജയ്ക്കെതിരായ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുമായി വരുമോ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. അതിന്റെ കാരണം തമിഴ് രാഷ്ട്രീയത്തിൽ, തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ DMKയും അണ്ണാ DMKയും ഒക്കെ അതിന്റെ പതനത്തിന്റെ വാൾമുന കണ്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ജോസഫ് വിജയ് ഏതാണ്ട് കുറച്ചു മാസങ്ങൾ കൊണ്ടാണ് ഒരു പാർട്ടിയുമായി വരികയും തന്റെ ആരാധകരെ അടക്കം കൂട്ടി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തത്. ജോസഫ് വിജയെ നേരിടാൻ, പ്രതിപക്ഷമാകാൻ ഇപ്പോഴത്തെ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും കഴിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായും തമിഴ് മണ്ണിലുണ്ട്, തമിഴകത്തുണ്ട്. ആ ഒരു വാക്വം അത് പിടിച്ചെടുക്കാൻ, ആ സ്ഥലത്തേക്ക് കടന്നു കയറാനാണ് സ്വാഭാവികമായും അണ്ണാമല ശ്രമിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. സുജയ. Big TV, without fear or favor.